ഇങ്ങനെ ആടിക്കളിക്കാൻ ഡീഫോ ഡാൻസിന്റെ ഓഡിഷൻ ഒന്നുമല്ല, തൊഴിലുറപ്പാ. ഇന്ന് ഔസേപ്പച്ചന്റെ വീട്ടിലാ പണി. ഔസേപ്പച്ചന്റെ വീട്ടിലാ പണി. എന്നാ പിന്നെ പച്ച വെള്ളം കിട്ടത്തില്ല. അതിനൊക്കെ കുര്യച്ചായന്റെ വീട്. ചക്കക്ക് ചക്ക, ചായക്ക് ചായ, പുഴുക്കിന് പുഴുക്ക്. പണിയെടുക്കാനേ നേരമില്ലെന്ന്. അതിനെവിടാ നമ്മൾ പണിയെടുത്തിട്ടുള്ളത്? ഇവിടെ കുറ്റം പറഞ്ഞിരിക്കാൻ ഒരു മരത്തടലെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ. മന്ത്രിക്കൊച്ചമ്മ വരുന്നുണ്ടേ, കൈകൊട്ടിപ്പാടം വരവേറ്റിടാം. അല്ല, ഇന്ന് ഓമന വന്നില്ലേ? അയ്യോ, ഓമനയുടെ കെട്ടിയോ പണിക്ക് പോയെന്നേ. ഓമനയുടെ കെട്ടിയോ പണിക്ക് പോയോ? ഓമന എന്തിനാ വരാതിരിക്കുന്നേ? ഓമന തൊഴിലുറപ്പിലിരുന്ന പുൾക്കേസ് അത്തിട്ടോണ്ടാ അവളെ ഭർത്താവ് ജോലിക്ക് പോയിരിക്കണത്. ആ, പിന്നെ ഒരു കാര്യം, കഴിഞ്ഞ തവണത്തെ പോലെ മണ്ടയില്ലാത്ത തെങ്ങിൻ ചോട് കളിച്ച് എന്റെ മാനം കളയരുത്. രമണി, ഒന്ന് അവിടെ നിന്നെ. എവിടെ ചെന്നാലും ഈ അടുക്കള ചുറ്റിപ്പറ്റിയുള്ള നിന്റെ ഈ നിൽപ്പുണ്ടല്ലോ, അത് ഇന്നത്തോടെ അവസാനിപ്പിച്ചേക്കണം. എന്താണെന്ന് അറിയാൻ പാടില്ല. എവിടെ അടുക്കളയിൽ ചെന്നാലും മീനിന്റെ മണം കേട്ടാൽ ഒന്ന് അവിടെ നിന്ന് പോകും. അല്ല, ഒരു മിനിറ്റ് ചേച്ചി. ഓൾ പക്ഷെ ഇവിടെ ആരുമില്ലേ? ചേച്ചി, ചേച്ചി, ചേച്ചി. തൊഴിലുറപ്പിന്റെ ആൾക്കാരാണോ? ആ ചേച്ചി, പ്രസിഡന്റ് വിളിച്ച് പറഞ്ഞായിരുന്നു. അവിടെ പോയി വെട്ടിക്കാം. ചേച്ചി കുറച്ച് വെള്ളം തരുമോ കുടിക്കാൻ? ഓ, അതിനെന്താ? എന്നാ പിന്നെ കുറച്ച് കഞ്ഞി വെള്ളം എടുത്തേച്ചി. ഓ, ഉണ്ടെങ്കിൽ 2 വറ്റും കൂടി ഇട്ടോളൂ. എന്നാലും ലേശ അച്ചാറും കൂടി ഒഴിച്ച് കലക്കി എണ്ണി. അല്ല, പിന്നെ നിങ്ങൾ തിന്നാനാണോ വന്നത് പണിയെടുക്കാനോ? നിങ്ങൾ തിന്നാനാണോ വന്നത് കാട് വെട്ടി തളിക്കാനോ? എല്ലാം കൂടി തൊഴിലുറപ്പിന്റെ മാനങ്ങൾ. കുറച്ച് വെള്ളം എടുത്താ മതി ചേച്ചി. എന്നാ ഞാൻ ടാങ്ക് കലക്കി കൊണ്ടുതരാം. അയ്യോ, ടാങ്കിലൊന്നും വേണ്ട, ചെറിയൊരു പാത്രത്തിൽ മതി ചേച്ചി. അയ്യോ, കഷ്ടം. ഇപ്പൊ നോക്കൂ, ഒരു റേഡിയോ സംഭവത്തേക്ക് മറ്റപ്പിക്ക് ഒരു നിലയില്ലാന്ന്. പണ്ടത്തെല്ലാം മറന്നുപോയോളൂ. ഇപ്പൊ എന്തെന്നായി പോയി, ഒരു സാരിയും ഒരു ബാഗും തൂക്കിട്ട് നടക്കുമ്പോഴത്തേക്ക് പ്രധാനമന്ത്രി ഓളെ കഴിച്ചിട്ടുന്നില്ല. കമ്മൽ പുതിയതാ. ഓടിവാ, പുതിയ കമ്മൽ. എത്ര പവനുണ്ട്? 2 പവനാ. ഇതിന്റെ ഡിസൈൻ നോക്കി, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഡിസൈൻ. അയ്യോ, എന്തൊരു ഭംഗിയാ. എന്ത് ഭംഗിയല്ലേ? എന്താണ് ഇത്? പണിയെടുക്കാൻ പറ പിള്ളേരോട്. ഇതാ വെള്ളം. ചേച്ചി, കൈക്കോട്ടുണ്ടോ? കൈക്കോട്ട് ഉണ്ട്, തരാം. എന്നാലും വിക്കാസും കൂടി എടുത്തു ചേച്ചി. ചേച്ചി ഒരു അരിവാളും കൂടി. ഒരു കൂട്ടം. അല്ല, പിന്നെ നിങ്ങൾ എന്ത് കാണാനാണ് ഇങ്ങോട്ട് വന്നത്? ആട്ടെ, നിങ്ങളെ കയ്യിൽ എന്തൊക്കെയുള്ളത്? ഞങ്ങളുടെ കയ്യിൽ ചീർപ്പ്, ശാന്ത്, പൊട്ട്. അയ്യോ, കണ്ണാടി, ചാന്ത്, പൊട്ട്, ചീപ്പ്. നിങ്ങൾ ഫാഷൻ വേർഡ് കാണിക്കാനോ അതോ പണിയെടുക്കാനാണോ വന്നത്? എന്താണ് ഐഡിയാസ് ഇത്? ഇപ്പൊ ചെയ്യിപ്പിക്കാൻ ചേച്ചി. എല്ലാരും പോയി പണിയെടുത്തു. ഇങ്ങനെയാണോ കഥ പോണത്? നിങ്ങൾ നാളെ രാവിലെ തന്നെ പോയി ഞാൻ പഞ്ചായത്തിൽ പരാതി കൊടുത്തിരിക്കും. ഇപ്രാവശ്യത്തെ കൂടി മാപ്പാക്കണം ചേച്ചി. കമ്മലില്ല, കഴുത്തിലാണേ മാലയില്ല, കയ്യിലാണേ വളയുമില്ല. ഏഡിയസേ, പുതിയതാണോ ഈ സാരി? പുതിയതാ. എടി ഓടിവായോ, ലേഡീസിന്റെ പുതിയ സാരി. സർപ്രൈസ് ഗിഫ്റ്റ് തന്നതാ. ആണോ? എന്തൊരു ഭംഗി.
10,000. എന്തായാലും ഒരു 10,000ത്തിന്റെ പകിട്ടുണ്ട് കേട്ടാ. ആർക്കെല്ലാം കൊടുത്തത്? ബ്ലൗസ് നോക്കിയടി എന്തൊരു ഭംഗിയായി വീഡിയോസിന്റെ. കുറച്ച് ഒഴിക്കടി വെള്ളം ഇങ്ങോട്ട്, നീ മാത്രം കുടിച്ചാ മതിയോ? അല്ല, ഞാൻ ഓള് പറയുമ്പോഴേ ഇല്ലോ എനിക്ക് ഡയലോഗ്. ചേച്ചി നീ മേടിച്ചായിരുന്നോ? ഇങ്ങനെ എന്താണ് കാട്ടുന്നത്? പണിയെടുക്കാൻ പറ പിള്ളേരോട്. ഇത്തവണത്തേക്കും കൂടി ഒന്ന് ക്ഷമിക്കണം ചേച്ചി. ഒരു പണിയെടുക്കും പിള്ളേരെ. ചേച്ചി മീൻ മേടിച്ചായിരുന്നോ? ആ മേടിച്ചു. എന്ത് മീനാ? ചാള. അയ്യോ ശരിയാ ചേച്ചി, അല്ലേലും ഇപ്പൊ വലിയ മീനൊന്നും വാങ്ങിക്കണ്ട കേട്ടോ. 100 രൂപയ്ക്ക്. എത്ര കിലോ വാങ്ങിച്ചു? 1 കിലോ. ചേച്ചി കുട്ടികളുണ്ടോ? ഉണ്ട്, നേരത്തെ പറഞ്ഞല്ലോ. എത്രയാണ്? ഒരാളുണ്ടെന്ന് പറഞ്ഞല്ലോ. ചേച്ചി കുട്ടികളുണ്ടോ? ആ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഒരാളുണ്ടെന്ന് പറഞ്ഞല്ലേ. ഓടി വാ. മുഖം കണ്ടാ ചർമ്മം. അയ്യോ മുഖം കണ്ട ചർമ്മം കണ്ട പ്രായം അയ്യോ ചേച്ചിക്ക് കുട്ടികളുണ്ടെന്ന് പറയത്തേ ഇല്ല കണ്ടാല്. പ്രസിഡന്റ് അവിടെ ഫോൺ വിളിച്ച് നടന്ന എന്താണ് അവിടെ ഫോൺ വിളിച്ച് നടന്ന? ഇങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ പോയി ഞാൻ പഞ്ചായത്തിൽ പരാതി കൊടുത്തിരിക്കും. ഇച്ചുണ്ടാവും കൂടി തന്നെ അറിയോള്. ചേച്ചി മീൻ മേടിച്ചായിരുന്നോ? ആ മേടിച്ചു. എന്ത് മീനാ? ചാള. എത്ര രൂപയ്ക്ക് വാങ്ങി? 100 രൂപയ്ക്ക്. എത്രയാണുണ്ട്? 2 പേര്. അല്ലെങ്കിൽ ഇപ്പൊ മീനൊന്നും വാങ്ങാതിരിക്കുന്നതാണ് നല്ലത് ചേച്ചി. എന്തോന്ന് ചേർക്കുന്നില്ല മീൻ പാഴാ. ഫോർമാലിറ്റി അല്ല, ഫോർമാലിൻ. ചേച്ചി ആ 2 പേര്. എന്നാലും ഒരുപാട് മെച്ചം കാണുമല്ലോ. എന്നാ പിന്നെ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് തന്നോളൂ, ഞങ്ങൾ കഴിച്ചോളാം. നാണമില്ലേടി 500 രൂപ വീട്ടിൽ പോയി ഈ മീൻ കറിക്കൊക്കെ ചോദിക്കാൻ. പിന്നെ പൊരിച്ചതും കൂടി തന്നാട്ടെ. ഒരു വാഴയില വെട്ടിട്ട് അതിൽ കുറച്ച് ചോറിട്ട് ഉരുട്ടി തരട്ടെ. ചേച്ചി ഇത്തവണത്തേക്കും കൂടി ഒന്ന് മാപ്പാക്കണം. ഇപ്പൊ ചെയ്യിപ്പിക്കും. ഇത്തവണ കുറെ തവണയായി. ഓ ഈ 2 പൂതനകളും കൂടി നമ്മള് ഈ ഏരിയസ് വരുന്ന പൂതന നമ്മള് പണിയെടുപ്പിച്ചിട്ട് കൊല്ലും. ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? നമ്മുടെ അടവെടുത്താലോ? പാമ്പ് കളിയാണ്. പ്ലാസ്റ്റിക് പാമ്പ് അവിടെ ഇടാം. എന്നിട്ട് നമുക്ക് വിളിക്കാം. കൊച്ചതിന്റെ പള്ളിയൊക്കെ നിറച്ചോ? കാണാത്ത അങ്ങനെ വെച്ചോ? വാല് പുറത്തേക്ക് കാണാം. റെഡിയല്ലേ? തുടങ്ങാം. 1 2 3 4. അയ്യോ എല്ലാവരും എന്റെ വീട്ടിലേക്ക് പോയിക്കോ. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ പരാതി. ആ പാമ്പിനൊക്കെ അടുത്ത വീട്ടിൽ പോയിട്ട് മഞ്ചൊക്കെ എടുത്തോ? അടുത്ത വീട്ടിൽ പോയിട്ട് നമുക്ക് ഇതന്നെ ചെയ്യണ്ടേ? നീ ആ വെള്ളം കുടിച്ചോ? ടാങ്ക് അത് വെള്ളം കുടിച്ചോ? അത് കുടിച്ചോ? എടീ ഇന്നലത്തെ ഭ്രമണത്തിന്റെ കഥ പറഞ്ഞില്ല? ഞാൻ കുറച്ച് നടുതീർത്തിട്ട് വരാം. പറയുന്നില്ല അപ്പോഴത്തേക്കാണ് അറിഞ്ഞു. സരളേ പാമ്പിനെ എടുത്തോ? എടുത്തായിരുന്നല്ലോ. എടുത്തായിരുന്നോ? അപ്പൊ നിന്റെ അപ്പൊ ഇതേത് പാമ്പാ? അയ്യോ!